കൊല്ലംകോടിൻ്റെ കാഴ്ചയാണോ നിങ്ങൾ കണ്ടത്? ഒരു മഴ കഴിഞ്ഞാൽ പാലക്കാട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കാണുന്ന പച്ചപ്പും ഹരിതവും. കൊല്ലംകോടിൻ്റെ ഭംഗി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൊല്ലംകോടിലെ സ്ഥലങ്ങൾ കാണണം. ആ സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. കൊല്ലംകോട് കണ്ടിരിക്കേണ്ട ബെസ്റ്റായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ തുടർന്ന് ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടേണ്ടതാണ്. കൊല്ലംകോട് ഫേമസ് ആവുന്നതിന് മുന്നേ നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട കാഴ്ചകളുടെ തൊട്ട് മുകളിലൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തായിരുന്നു നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന 8-ാം തീയതി ഓഗസ്റ്റ് 8-ന് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അന്ന് മുതൽ നമുക്കിവിടെ എൻട്രി ഫീയോടുകൂടി നമുക്ക് കയറാൻ പറ്റും. മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പാലക്കാടുകാർക്ക് ഒരു പ്രത്യേകതര വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും പാലക്കാടല്ലാതെ മറ്റു ജില്ലയിൽ നിന്നും വരുന്നവർക്ക് ഒരു നല്ല കാഴ്ച തന്നെയായിരിക്കും. ഒരു ഗ്രാമീണ ഭംഗിയാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ കിട്ടുക. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വേറിട്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. കണ്ടില്ലേ, ഈ മലയും ഈ പാടങ്ങളും പച്ച പാടങ്ങളുമായിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയേറിയ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കണ്ട സ്ഥലമാണ് കൊല്ലംകോടിലെ വെള്ളാരിമേട് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയിലെ 4-ാമത്തെ സ്പോട്ടാണ് വെള്ളാരിമേട്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ധൈര്യത്തോടെ വരാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസ് തന്നെയാണ് വെള്ളാരിമേട് എന്ന് പറയുന്നത്. നമ്മൾ സീതാർകുണ്ട് പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ എന്നാലും നമുക്കിവിടെ ഒരുപാട് ഒഴുക്കില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് നമുക്ക് ധൈര്യത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ ഈ 4 സ്പോട്ടും ഒരിക്കലും നിങ്ങൾ ശനിയോ ഞായറോ ട്രിപ്പ് പ്ലാൻ ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് തിരക്കുള്ള സമയങ്ങളാണ് ഈ ശനി ഞായർ എന്ന് പറയുന്നത്. കൊല്ലംകോടിലെ എല്ലാ സ്പോട്ടിലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു 4 സ്പോട്ടിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല.
നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളായിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ വന്ന ഉടനെ നമ്മൾ ചെയ്തത് 2 പേർക്കുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ലൊക്കേഷൻ തന്നെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. കിട്ടുന്ന ലൊക്കേഷനൊക്കെ നമ്മൾ പല ഭാഗത്തേക്കും ഗൂഗിൾ ചെയ്ത് എത്തിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ നിങ്ങൾ ഇടുവാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ സ്റ്റേഷനിൽ തന്നെ എത്തുന്നതായിരിക്കും. മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡി കാറ്റഗറി റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാക്കിൽ വളരെ കുറവ് ട്രെയിനുകൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഷോട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മുടെ ടൊവിനോൻ്റെ ARMലെ സോങ് ചിത്രീകരിച്ച സ്ഥലമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് തന്നെ ഇവിടെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ലൊക്കേഷൻ നമുക്ക് മാപ്പിൽ കിട്ടുന്നത് അക്യുറേറ്റ് അല്ല. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലൊക്കേഷനിൽ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കൊല്ലങ്കോടിൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതല്ലാതെ തന്നെ കൊല്ലങ്കോടിൽ ഒരുപാട് വേറെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത്രത്തോളം കാഴ്ചകൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോസൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്താത്തത്, ആ സ്ഥലങ്ങളൊന്നും നമ്മളിവിടെ പരിചയപ്പെടുത്താത്തത്. വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളിതിൻ്റെ ബാക്കിൽ ഒരുപാട് സമയം കളഞ്ഞും ഉറക്കമൊഴിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു താല്പര്യത്തിൻ്റെ പുറത്തും ഒരു സന്തോഷത്തിൻ്റെ കാര്യമായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിലെ എന്തെങ്കിലും ഇൻഫർമേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാം ഓൾ കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ ബൈ ബൈ.